നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രയെപ്പറ്റി പലപ്പോഴും ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു പരത്തിയ പ്രതിപക്ഷത്തിനെ ഞെട്ടിക്കുന്ന ചില കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളുടെ എണ്ണമൊക്കെ കണക്കാക്കി തിട്ടപ്പെടുത്തി പാർലമെന്റ് പ്രസംഗങ്ങളിൽ കാഴ്ചവെച്ച ആരും അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത്തരക്കാരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് മറ്റു ചില സുപ്രധാന കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രാഷ്ട്രീയത്തിൽ കണക്കുകൾ പലപ്പോഴും ആയുധങ്ങളാകാറുണ്ട്. എന്നാൽ അതേ കണക്കുകൾ തന്നെ ചിലപ്പോൾ വർഷങ്ങളായി ഉയർത്തിക്കാട്ടിയ ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്ന കണ്ണാടിയായി മാറാറുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളെ ചൊല്ലി പ്രതിപക്ഷം വർഷങ്ങളായി ഉയർത്തിയ വിമർശനങ്ങൾ ചെറുതായിരുന്നില്ല എന്ന് നമുക്കറിയാം. രാജ്യത്തെക്കാൾ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി, നികുതി പണം ധൂർത്തടിക്കുന്ന വിദേശ സന്ദർശനങ്ങൾ, ഫോട്ടോ സെഷനുകൾക്ക് വേണ്ടിയുള്ള യാത്രകൾ എന്നിങ്ങനെ രാഷ്ട്രീയ വേദികളിലും സാമൂഹിക മാധ്യമങ്ങളിലും ആവർത്തിക്കപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ പൊതുചർച്ചയുടെ പോലും ഭാഗമായിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾ പലപ്പോഴും യാത്രകളുടെ എണ്ണം എണ്ണുന്നതിലോ ചെലവിന്റെ കണക്ക് അവതരിപ്പിക്കുന്നതിലോ മാത്രം ഒതുങ്ങിപ്പോയി എന്നതാണ് വാസ്തവം. ഇപ്പോൾ പാർലമെന്റിൽ സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ ആ ചർച്ചയ്ക്ക് മറ്റൊരു മാനം കൂടി നൽകുകയാണ്. വിദേശയാത്രകൾക്കായി ചെലവഴിച്ച തുക മാത്രമല്ല, അതേ കാലയളവിൽ ഇന്ത്യയിലേക്ക് ഒഴുകിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപം, വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങളുടെ വിപുലീകരണം, പുതിയ കരാറുകൾ, ആഗോള വേദികളിൽ ഇന്ത്യ നേടിയ സ്വാധീനം തുടങ്ങിയ കാര്യങ്ങളും സർക്കാരിന്റെ വിശദീകരണത്തിന്റെ ഭാഗമായി പുറത്തു വരുമ്പോൾ പ്രതിപക്ഷം പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടെ യാത്രകളെ ചെലവിന്റെ കണ്ണിലൂടെ മാത്രം വിലയിരുത്തണോ, അതിലൂടെ ലഭിച്ചെന്ന് പറയുന്ന നേട്ടങ്ങളും ചേർത്ത് വിലയിരുത്തണോ എന്ന ചോദ്യമാണ് വീണ്ടും സമൂഹത്തിൽ സജീവമാകുന്നത്. ഇനി നമുക്ക് ആ കണക്കുകളൊന്ന് കേൾക്കാം. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 558.01 കോടി രൂപ ചെലവഴിച്ചതായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ. രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ, സഞ്ജയ് സിംഗ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് വിദേശ സഹമന്ത്രി പവിത്ര മാർഗരീറ്റയാണ് ഇക്കാര്യം അറിയിച്ചത്. 2026 ഇതുവരെ 74.59 കോടി രൂപയാണ് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾക്ക് ചെലവായതെന്നാണ് കണക്കുകൾ. മലേഷ്യ, ഇസ്രയേൽ, നോർവേ, ന്യൂസിലൻഡ് എന്നിവയുൾപ്പെടെ 13 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളാണ് ഈ വർഷം മാത്രം നടന്നത്. 2026 വിദേശയാത്രകളിൽ ഏറ്റവും ചെലവ് നോർവേയിലേക്കുള്ള യാത്രയ്ക്കായിരുന്നു. ഇതിന് 17.47 കോടി രൂപ ചെലവായി. ഇസ്രയേൽ സന്ദർശനത്തിന് 11.92 കോടിയും സീഷെൽസിലേക്കുള്ള യാത്രയ്ക്ക് 8.22 കോടിയും ചെലവായി. ഫ്രാൻസ് സന്ദർശനത്തിന്റെ ചെലവ് തയ്യാറാക്കി വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പണം വിദേശയാത്രകൾക്ക് ചെലവഴിച്ചത് 2025 ആ വർഷം മാത്രം 187.83 കോടിയാണ് ചെലവായത്. 2024 വിദേശയാത്രകൾക്കായി 110.01 കോടി ചെലവഴിച്ചു. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 79 രാജ്യങ്ങൾ സന്ദർശിച്ചു. 2021 4 രാജ്യങ്ങളും 2022 10 രാജ്യങ്ങളും 2023 11 രാജ്യങ്ങളുമാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 2024 പ്രധാനമന്ത്രി സന്ദർശിച്ച വിദേശ രാജ്യങ്ങളുടെ എണ്ണം 18 ആയിരുന്നു. 2025 23 രാജ്യങ്ങളായി പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 2026 എത്തിയപ്പോഴേക്കും ഓഗസ്റ്റ് വരെ 13 രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളിലൂടെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിച്ചതായാണ് വിദേശകാര്യ സഹമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. 2021 ഏപ്രിൽ മുതൽ 2025 ഡിസംബർ വരെ ഇന്ത്യക്ക് ലഭിച്ച നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇത്തരം യാത്രകളിലൂടെ 381.8 ബില്യൺ അമേരിക്കൻ ഡോളറാണെന്നും പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളിൽ കൈവരിച്ച ധാരണാപത്രങ്ങളും കരാറുകളും ഇതിന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതായും സർക്കാർ അറിയിച്ചു. രാഷ്ട്രീയ ആരോപണങ്ങളുടെ പൊടിപടലങ്ങൾക്കപ്പുറം ഔദ്യോഗിക കണക്കുകളും അവയുടെ വ്യാഖ്യാനങ്ങളും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഒരു വശത്ത് ചെലവിന്റെ കണക്കുകൾ ഉയർത്തിക്കാട്ടുന്ന പ്രതിപക്ഷവും, മറുവശത്ത് അതിന്റെ ഫലമായി രാജ്യത്തിന് ലഭിച്ച സാമ്പത്തിക നയതന്ത്ര നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സർക്കാരും. ഈ രണ്ട് നിലപാടുകൾക്കിടയിൽ യാഥാർത്ഥ്യം എവിടെയാണ് എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹം വിലയിരുത്തേണ്ട പ്രധാന ചോദ്യം.